നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടത്തിരുത്തിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ വലിയ കുഴിയിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. താന്യം എവർഗ്രീൻ റോഡ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കാനാടിക്കാവ് തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി വരവ് നടന്നു. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി വെസ്റ്റ് ഐനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ വലിയ കുഴിയിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. കയ്പമംഗലം കാക്കാത്തുരുത്തി സ്വദേശി ഇല്ലത്തുപറമ്പിൽ അൻസാറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഭാര്യയുമൊത്ത് മോട്ടോർ സൈക്കിളിൽ വരവെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള ഗർത്തത്തിൽ വീണാണ് ഗുരുതര പരിക്കേറ്റത്. വാരിയെല്ലുകൾക്ക് ക്ഷതമേറ്റ അൻസാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസാറിന്റെ കുടുംബം അറിയിച്ചു. പൈപ്പ് പൊട്ടിയുണ്ടാകുന്ന ഗർത്തം മൂലം ഈ റോഡിൽ അപകടം പതിവാണെന്ന് പ്രദേശവാസികളായ കൊല്ലാറ സന്തോഷ്, ശോഭി എന്നിവർ പറഞ്ഞു. അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു തുടർക്കഥയാണ്. ഇപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ഈ കുഴി ഉണ്ടായിട്ട് ഫോം ചെയ്തിട്ട്. അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞങ്ങൾ തന്നെ ബാക്ക് ഫിൽ ചെയ്ത് ഇടാറുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അത് വെള്ളം വന്ന് വീണ്ടും നിറയും. ഇവർ റിപ്പയർ ചെയ്യും, പോകും, ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ പൊട്ടും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 150 മീറ്റർ അപ്പുറത്ത് കഴിഞ്ഞ മാസം 2 പെണ്ണുങ്ങൾ വീണിരുന്നു. ഭാഗ്യത്തിന് റോഡിലേക്ക് വീണില്ല, അവർ പുറത്തേക്ക് വീണായി. എന്നിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തത്. അതുപോലെ കൊല്ലാർ സെൻറ്ററിൽ ഒരു 2 മാസം മുമ്പ് കൊല്ലാർ സെൻറ്ററിൽ തന്നെ ഒരു പയ്യൻ വീണിട്ട് ആ സ്കൂട്ടറൊക്കെ അവിടെ എടുത്തു വെച്ചിരുന്നു അവർ, ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ. ആ സമയത്ത് അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് കുറച്ച് മെറ്റലൊക്കെ ഇട്ട് പോയി. അവിടെ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല, അത് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നത്. ഇതിൽ ഗ്രാമപഞ്ചായത്തുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ളതൊക്കെ ആവശ്യപ്പെടാനുള്ളത്. കാരണം വെച്ചാൽ ഇത് ഈ എടത്തിരുത്തി പഞ്ചായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് മതിലകം പഞ്ചായത്ത് വരെ നീണ്ടു കിടക്കുന്ന, ചേറ്റവും മുതൽ നീണ്ടു കിടക്കുന്ന, അതായത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് മുതൽ നീണ്ടു കിടക്കുന്ന ഒരു റോഡാണത്. ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വലിയ അപകടമാണ്. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് കടന്നുപോകുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ജാഗ്രത പാലിക്കണമെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടനെ യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ദുരിതമകറ്റണമെന്നും സൗദി തമാം KMCC തൃശൂർ ജില്ലാ ചെയർമാനും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ PK അബ്ദുൾ റഹീം പറഞ്ഞു. ബഹ്റൈൻ KMCC സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കയ്പമംഗലം, അൻവർ ചെറുവട്ടം എന്നിവർ സ്ഥലം സന്ദർശിച്ചു. 63ാമത് മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധന, ഭജന, അത്താഴപൂജ, അന്നദാനം എന്നിവ നടത്തി. തുടർന്ന് മണലൂർ സത്രം ശിവക്ഷേത്രത്തിൽ നിന്നും 3 ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് തേര്, കാവടി, താലം, പഞ്ചവാദ്യം, നാദസ്വരം, ഉടുക്ക്, ചിന്തുപാട്ട് എന്നിവയുടെ അകമ്പടിയോടുകൂടിയ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് അയ്യപ്പൻകാവ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ശേഷം അയ്യപ്പൻ പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴിയിൽ നൃത്തം, തുടർന്ന് നടത്തിയ വെട്ടും തടയോടും കൂടി ദേശവിളക്ക് മഹോത്സവ ചടങ്ങുകൾ പര്യവസാനിച്ചു. പരിപാടികൾക്ക് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്, സെക്രട്ടറി MT താജൻ, ട്രഷറർ TG രഞ്ജിത്ത്, പ്രോഗ്രാം കൺവീനർ സുനിൽ കൊച്ചത്ത്, വൈസ് പ്രസിഡന്റുമാരായ CS അജീഷ്, TM ബിജു, ഗംഗാ സുദർശ്, ജോയിന്റ് സെക്രട്ടറിമാരായ VA വൈശാഖ്, TC വിപിൻ, CH രാഹുൽ എന്നിവർ നേതൃത്വം നൽകി.
കുൽസിത ഗുണ്ടയായ വലപ്പാട് തിരുവഴഞ്ചേരി തേർപ്പറമ്പിൽ അജീഷിനെ കാപ്പ ചുമത്തി നാടുകടത്തി. 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ എ, GSI ഹരി, GS CPO സുബി എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. ജനുവരി 9 മുതൽ 12 വരെ നടത്തുന്ന കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വെള്ളിയാഴ്ച രാവിലെ ലതീഞ്ഞ്, നൊവേന, കുർബാന, കൊടിയേറ്റം എന്നിവ നടത്തി. കണ്ടച്ചങ്ങടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റ ദിനം മുതൽ വൈകിട്ട് ആഘോഷമായ നവനാൾ പാട്ടുകുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവ ഉണ്ടായിരിക്കും. ജനുവരി 9 വെള്ളിയാഴ്ച വൈകിട്ട് നടത്തുന്ന ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം ഫാദർ അജിത് ചിറ്റലപ്പള്ളി നിർവഹിക്കും. ജനുവരി 10 ശനിയാഴ്ച രാവിലെ ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, നൊവേന, കൂടുതുറക്കൽ എന്നിവ നടത്തും. വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിവസമായ ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നടത്തുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ പ്രവീൺ പുത്തൻചെറുക്കാരൻ സഹകാർമ്മികനാകും. ഫാദർ ടൈസൺ മണ്ടുംപാല തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 മണിക്ക് തിരുനാൾ പ്രദർശനവും നടത്തും. ജനുവരി 12 രാവിലെ മരിച്ചവരെ അനുസ്മരിച്ച് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ, ജനറൽ കൺവീനർ ജോസഫ് മാങ്ങൻ, കൈക്കാരന്മാരായ ജോസി ബി ചാക്കോ, നിക്സൺ ഫ്രാൻസിസ്, ഡെന്നിസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകും. കാരമുക്ക് SNGHSലെ NSS വിദ്യാർത്ഥികളുടെ NSS സഹവാസ ക്യാമ്പ് സമാപിച്ചു. മാങ്ങാട്ടുകര AUP സ്കൂളിലായിരുന്നു ക്യാമ്പ്. സമാപന സമ്മേളനം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സമാജം സ്കൂൾ PTA പ്രസിഡന്റ് PB ജോഷി അധ്യക്ഷനായി. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. AUP സ്കൂൾ പ്രധാനാധ്യാപിക KS സിമി, സാജന്റ് കൂട്ടാല, വാർഡ് മെമ്പർമാരായ രാജീവ് സുകുമാരൻ, സിന്ധു ശിവപ്രസാദ്, സുനിത ബാബു, സമാജം സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, പ്രോഗ്രാം ഓഫീസർ VS രജിത എന്നിവർ സംസാരിച്ചു. അതുപോലെ വീട്ടിൽ മോട്ടോറുണ്ടോ, വൈദ്യുതിയുണ്ടോ, ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ അത് തീർത്തും കാര്യം പ്രസക്തമല്ല. അങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾ കണക്കെടുക്കാൻ ചെന്നാൽ നോക്കിയപ്പോൾ അന്ന് TV ഉണ്ട് എന്നറിയാനുള്ള ഏറ്റവും വലിയ കാര്യം ഓടുപുറത്ത് ഒരു കമ്പിമ മീമുള്ള പുറത്ത് സാധനം വെച്ച് കെട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ പേരാണ് ആൻറ്റിന. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ അമ്മോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മമ്മക്ക് തോന്നിയിട്ട് ഞങ്ങളെ കൂട്ടുകാരുള്ളവരുടെ വന്നിട്ടുള്ളത് എന്തു ചോദിച്ചാലും ഇല്ല എന്ന് പറയുള്ളൂ. അമ്മ മുറ്റത്ത് കിണറുണ്ട്, ഭാഗ്യത്തിന് അത് കാണുന്ന കാരണമില്ല എന്ന് പറഞ്ഞില്ല. അതിനോടടുത്ത് തന്നെ മോട്ടോർ വെച്ചിട്ടുണ്ട്, അത് സമ്മതിക്കാൻ ഇത്തിരി വിസമ്മതിച്ചു. അതുപോലെ ഗൃഹോപകരണങ്ങൾ യന്ത്രവൽകൃതമായതുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. അവസാനം ഞങ്ങൾ ചോദിച്ചു TV ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയും ഒരു കാരണവശാലും സമ്മതിക്കില്ലേ, അങ്ങനത്തെ സാധനം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ നോക്കി മുകളിൽ ഓടിയിട്ട് മുകളിൽ ആൻറ്റിലിരിക്കേണ്ടല്ല അമ്മായി എന്ന് പറയാം. അത് കാക്കേനെ ഓടിപ്പിക്കാൻ വെച്ചിട്ടുള്ള സാധനമാണ് പറഞ്ഞത്. നേപ്പാളിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വിജയിച്ചു വന്നവർക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. 2025 ഡിസംബർ 26 മുതൽ 29 വരെ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടത്തിയ ഇന്റർനാഷണൽ വിന്റർ യൂത്ത് ഗെയിംസിൽ 2025 പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ കണ്ടച്ചങ്കടവ് കാട്ടുതിണ്ടിയിൽ മോഹന്റെയും കുമാരിയുടെയും മകൻ KM ഹരി വെള്ളിയും വെങ്കല മെഡലും, വനിതകളുടെ 65 വിഭാഗത്തിൽ പട്ടിക്കാട് ചെമ്പൂത്ര ചെമ്പാലിപ്പുറത്ത് സുധാകരന്റെയും ശാന്തയുടെയും മകൾ CS സൗമ്യ 2 സ്വർണ്ണ മെഡലുകളുമാണ് കരസ്ഥമാക്കിയത്. തൃശൂർ ജില്ലയിൽ നിന്നും മത്സരിച്ച മറ്റു മത്സരാർത്ഥികൾക്കും സമ്മാനങ്ങൾ ലഭിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ
മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഒരു നിമിഷം, വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. നാട്ടിക നിയോജകമണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 13 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച താന്യം ഗ്രാമപഞ്ചായത്ത് 6 എവർഗ്രീൻ റോഡ് CC മൂന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുരേഷ്, താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീന സുനിൽ, വാർഡ് മെമ്പർ AK അനിൽകുമാർ, മുൻ വാർഡ് മെമ്പർ ഷീജ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. രേഖ കൊണ്ടുവരാൻ നമ്മുടെ POയോട് പറയേണ്ടായി, പക്ഷെ അത് കിട്ടിയില്ല. ടോട്ടൽ സംഖ്യ എൻ്റെ അടുത്ത് പറഞ്ഞു 63 കോടി രൂപയുടെ വികസനമാണ് ഈ 5 വർഷം കൊണ്ട് നമ്മുടെ പ്രദേശത്ത് നടന്നിട്ടുള്ളത്. അതിൽ സ്കൂളാവാം, റോഡാകാം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വികസനങ്ങൾ നമ്മുടെ പ്രദേശത്ത് അത് എടുത്തെടുത്ത് പറയേണ്ടതാണ്. പറയണ ഞാൻ മനസ്സിൽ കടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വാർഡിലും വന്ന് എന്നെ ഉൾപ്പെടുത്തി ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ അങ്ങനെ ഉൾപ്പെടുത്തലൊന്നും ഉണ്ടായില്ല. ചില സ്ഥലങ്ങളിൽ പോയി അവർ നമ്മൾ സംഘടിപ്പിച്ചപ്പെട്ട യോഗങ്ങളിൽ ചില കാര്യങ്ങൾ പറയാനും അവരുടേതായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതൊരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ അധ്യക്ഷൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ടായി. തൃപ്രയാർ ജാസ് ക്ലബിന്റെ 17ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടത്തി. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്ന നറുക്കെടുപ്പിന്റെയും നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ അംബിക ടീച്ചർ നിർവഹിച്ചു. പുതുവത്സര ആശംസകൾ നേരുകയാണ്. ജാസ് ക്ലബിന്റെ ഈ നറുക്കെടുപ്പ് ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ. ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവട്ടെ. ഇനി തുടർന്നും നല്ല രീതിയിൽ പോകാനായിട്ട് കഴിയട്ടെ. ക്ലബ് പ്രസിഡന്റ് സിബിൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി സന്ദീപ് CS,
ട്രഷറർ സോണി സി ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ വോക്സ് മീഡിയ അവതരിപ്പിച്ച സംഗീത നിശയും അരങ്ങേറി. പൂമൂടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ മഴക്കോളു കണ്ടാൽ മരിക്കും ഈ നാട്ടിൽ ഇടത്തോട് പോലും മാറ് കിളിപ്പാട്ട് തേനായി ഒളിക്കും ഈ നാട്ടിൽ കരിക്കാടി പോലും കുമ്പിട് ജുംത 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 ജും കുറുങ്കുഴൽ കൊട് ജുംത 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 ജും ജും കപ്പിട് ജുംത 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 ജും തകിൽ പുറങ്കൊട് ജുംത 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 ജും നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരതി. നാട്ടിക ബീച്ച് അയൽപ്പക്ക കൂട്ടായ്മയായ നൈബർ ചങ്സിന്റെ ന്യൂ ഇയർ ആഘോഷം വിവിധ കലാപരിപാടികളോടുകൂടി ആഘോഷിച്ചു. കുട്ടികളുടെ ഡാൻസ്, മുതിർന്നവരുടെ നൃത്തനൃത്യങ്ങൾ, ഗാനാലാപനം, പുതുവത്സരപ്പിറവിൽ കേക്ക് മുറിക്കൽ എന്നിവ നടന്നു. നൈബർ ചങ്സ് ഭാരവാഹികളായ കലേഷ്, സജീവ്, രാജീവ്, ബൈജു, വിനോദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുതുതലമുറയ്ക്ക് കൃഷിരീതികൾ രക്ഷിതാക്കൾ നിർബന്ധമായും പറഞ്ഞു നൽകണമെന്നും മാറിയ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണമെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. 10 വർഷമായി പുതുവത്സര ദിനത്തിൽ ടി.എൻ. പ്രതാപൻ മുൻകൈയെടുത്ത് നടത്തിവരുന്ന ജൈവ ഹൈബ്രിഡ് പച്ചക്കറി തൈ വിതരണവും കൃഷിയുമ്മ അനുസ്മരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജില ഗിരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. CA മുഹമ്മദ് റഷീദ്, PI ഷൗക്കത്തലി, KA ഹാറൂൺ റഷീദ്, സുനിൽ ലാലൂർ, PM അബ്ദുൽ ജബ്ബാർ, KS റഹ്മത്തുള്ള, സഹീദ സിറാജ്, PS സുൽഫിക്കർ, ജീജ രാധാകൃഷ്ണൻ എന്നിവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിച്ചു. ഹരിത സമൃദ്ധി പലിശരഹിത വായ്പാ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ പത്മിനി ജയപ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു. 9, 10, 14 വാർഡുകളിലെ മുഴുവൻ വീടുകളിലേക്കുമാണ് ഹരിതഗ്രാമം ആരോഗ്യഗ്രാമം പദ്ധതി പ്രകാരം തക്കാളി, വെണ്ട, വഴുതിന, പച്ചമുളക്, കുറ്റിപ്പയർ, കുറ്റിയമര, കൊത്തമര, ചോളം, ചീര, വള്ളിപ്പയർ തുടങ്ങിയ 10 തരം ഹൈബ്രിഡ് തൈകൾ വിതരണം ചെയ്തത്. അതിന് നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് എന്നും ഓർക്കാവുന്ന രീതിയിലുള്ള ഒരു മരത്തൈ കൊടുക്കാം, ഏതെങ്കിലും മരത്തൈ. അങ്ങനെയാണ് ആദ്യമായി 2015 നിങ്ങൾ ഈ വാർഡിലുള്ള എല്ലാവരുടെ വീട്ടിലേക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില തൈ എല്ലാവരുടെയും വീട്ടിലേക്ക് തന്നത്. അന്ന് നമ്മുടെ കൂടെ കൃഷിയുമ്മ എന്ന് പറയുന്ന ഫാത്തിമ ഉണ്ടായിരുന്നു. ഇവിടെ പോയി അനീഫ അവിടെ പോയി. അനീഫ ഇവിടെ ഇരിക്കാനുണ്ട്. അനീഫയുടെ ഉമ്മ കൃഷിമാനെ ഫാത്തിമാനെ അറിയാത്തവർ ഇവിടെ ആരും ഉണ്ടാകാൻ ഇടയില്ല. കുന്നത്തെ പള്ളിയുടെ ചുറ്റും എല്ലാ ദിവസവും ഒരു നെയ്യത്ത് പോലെ വഴിപാട് നേർന്ന് എല്ലാ ദിവസവും അവിടെ മുറ്റമടിക്കുന്ന ആള് ഫാത്തിമ ഉമ്മ
ആയിരുന്നു. പയ്യെങ്കിലും പോയി മുറ്റമടിക്കും, പള്ളിയുടെ മുറ്റടിക്കും, കുന്നത്തെ പള്ളിയുടെ എവിടെയൊക്കെ ഒരു തൈ കുഴിച്ചിടാൻ പറ്റുമ്പോൾ അവിടെ ഒക്കെ തൈ കുഴിച്ചിടും. ഈ കാണുന്ന പാടത്ത് ഞങ്ങളെല്ലാവരും ഷൗക്കത്തലി, ഞാനും സുൽഫിയും ഇവിടെയുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ഹരിത സമൃദ്ധി ആരംഭിച്ചു. ഇവിടെ കല്ലേച്ചി ആയിരുന്നു ഇതിന് പ്രധാനപ്പെട്ട നേതൃത്വം ഉണ്ടായിരുന്ന ആളുകൾ. ഒരാൾ വയ്യാതെ കല്ലേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്, വീട്ടിലിരിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഉണ്ട്. ഈ പടിഞ്ഞാറ് വീട്ടിലെ ഷംസുവിൻ്റെ വീട്ടിലെ ഹംസ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഹംസയുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ, ഈ അയൽപക്കത്തെ ഈ പ്രദേശത്തെ എല്ലാ കുടുംബാംഗങ്ങളും ചേർന്നുകൊണ്ട് ഇവിടെ നമ്മളൊരു ഹരിത സമൃദ്ധി ആരംഭിച്ചു. കയ്പമംഗലം 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് VS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ഗീത സതീഷ്, KR സത്യൻ, സക്കീർ ഹുസൈൻ, VM നസീർ, റസിയ സലാം എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിസ്നി ഷാജി, PT രാമചന്ദ്രൻ, മതിലകം ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ പ്രജീന റഫീഖ് എന്നിവർക്ക് ആദരവ് നൽകി. അക്ബർ, റഹീം, താജുദ്ദീൻ, അബ്ദുൽ കരീം, ജാസ്മിൻ നാസർ, ഷാഹിന സക്കീർ, സജിത രമേശ്, ധന്യ അജയ്കുമാർ എന്നിവർ നേതൃത്വം നൽകി. കാരണം ചാരിറ്റിയും കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും അതിന് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പുതുവത്സരാശംസകളും നേരുന്നു. നമ്മുടെ ഒരു 110 കുടുംബങ്ങളിൽ 600 പേരുകൾ അല്ലേ പറഞ്ഞതിവിടെ അംഗങ്ങൾ ഇതിലുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം. ഇനിയും നമുക്ക് ഇതിൽ അംഗങ്ങൾ ഇനിയും ഉണ്ടാക്കാം. എടമുട്ടം കാപ്പിരിക്കാവ് ദേവസ്ഥാനത്ത് കളമെഴുത്തുപാട്ടും മഹാനിവേദ്യവും നടന്നു. രാവിലെ കളമെഴുത്തുപാട്ട് ആരംഭം, രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പും പാട്ടും, ഉച്ചയ്ക്ക് മഹാനിവേദ്യം, രൂപക്കളത്തിൽ നൃത്തം, വൈകിട്ട് പ്രസാദ വിതരണം, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, മഹാഗുരുതി എന്നിവയും ഉണ്ടായിരുന്നു. മഠാധിപതി വിനോഷ് മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇന്നൊരു ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം.
തളിക്കുളം പബ്ലിക് ലൈബ്രറി പുതുവത്സരാഘോഷം നടത്തി. തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ പുതുവത്സരാഘോഷം തളിക്കുളം SN മന്ദിര ഹാൾ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. N മദനമോഹനൻ അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലഗിരി മുഖ്യാതിഥിയായിരുന്നു. ഗഫൂർ തളിക്കുളം, വാസൻ കോഴിപ്പറമ്പിൽ, ബാബു വല്ലത്ത്, AK വാസൻ, TU സുഭാഷ് ചന്ദ്രൻ, ശശി വല്ലത്ത്, സുരേഷ് PN, ബീന വാസൻ, പത്മിനി ജയപ്രകാശ്, നിർമ്മല വാസൻ, സജു ഹരിദാസ്, ഷീജ രാമചന്ദ്രൻ, മിനി KG, ഷിൽജ ദീപു, ധന്യ സുരേഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വനിതാവേദി, ബാലവേദി പ്രവർത്തകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നമ്മുടെ താലൂക്കില് ഏറെ ശ്രദ്ധേയമായ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു ലൈബ്രറിയാണ്. അങ്ങനെ ശ്രദ്ധേയമായ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ലൈബ്രറി എന്നതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വേദികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ബാലവേദി പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ വയോജന വേദിയുണ്ട്, വനിതാ വേദിയുണ്ട് തുടങ്ങി ലൈബ്രറി കൗൺസിൽ അനുശാസിക്കുന്ന വായനാവസന്തം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാല എന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നമ്മുടെ താലൂക്കിൽ ഈ തളിക്കുളം പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയാനേറെ സന്തോഷം. സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നാട്ടിക മണ്ഡലത്തിലെ ആദ്യ ബാച്ച് പരിശീലനം ശ്രീരാമ പോളിടെക്നിക് ഹാളിൽ ജനുവരി 2 വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമിതി അംഗം നസീർ മാഷ് അധ്യക്ഷനായി. നാട്ടിക തളിക്കുളം പഞ്ചായത്തിലെ കർമ്മസേന അംഗങ്ങളുടെ പരിശീലനമാണ് നടക്കുന്നത്. ചാർജ് ഓഫീസർ പ്രജീഷ് ജനൻ, മണ്ഡലം സമിതി അംഗങ്ങളായ തങ്കമണി IV, അരുൺ MV, അനന്തലക്ഷ്മി, സാജൻ മാഷ്, തീമാറ്റിക് എക്സ്പെർട്ട് ഹസന KH, നീതു KS, നവകേരളം ബ്ലോക്ക് കോർഡിനേറ്റർ വൈഷ്ണവ്, കില ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ മധു MV, മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. പറയാൻ കഴിയില്ല. മറിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്കറിയാം. നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന ഒട്ടനവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. നവകേരള സദസ്സ് നടത്തി മന്ത്രിമാരടക്കം മുഖ്യമന്ത്രിയടക്കം എല്ലാവരും ജനങ്ങളുടെ അടുത്തെത്തി അവരിൽ നിന്ന് വിശദമായ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രകടന പത്രിക എന്ന് പറഞ്ഞ കാര്യം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. പ്രകടന പത്രിക അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടപ്പാക്കോ ഇല്ലേ എന്നുള്ള ഒരു ആശങ്ക പൊതുവെ കേരളത്തിൽ നിലനിന്നൊരു സംഭവമാണ്. പക്ഷെ എന്താണ് അനുഭവം? കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ അത് നടപ്പാക്കി കാണിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ലഹരി വിരുദ്ധ കലാസന്ധ്യ വേറിട്ട കാഴ്ചയായി. വലപ്പാട് ചന്തപ്പടി സെന്ററിൽ ജാതിയായി എത്തിയ ക്യാമ്പ് അംഗങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഒപ്പുശേഖരണവും നടത്തി. ലഹരിവിരുദ്ധ സന്ധ്യ വാടാനപ്പള്ളി എക്സൈസ് CI ബെന്നി ഉദ്ഘാടനം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ അഫ്സൽ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ജിത്ത് അധ്യക്ഷനായി. ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ലഹരിവിരുദ്ധ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. കുട്ടികളെ കൂടെ പങ്കാളികളാക്കിയ അവതരണം കുട്ടികൾക്കും നാട്ടുകാർക്കും കൗതുകമായി. പെൻഷനേഴ്സ് യൂണിയൻ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ നാടകം നേരിനെ തേടി ശ്രദ്ധേയമായി. ലഹരിവിരുദ്ധ നൃത്തം ആകർഷകമായി. ലഹരിവിരുദ്ധ സമൂഹ ജാഗ്രതാ ജ്യോതി തെളിയിച്ചു. അധ്യാപകരായ ഐശ്വര്യ ബാബു, തസ്നി, ലിൻസ്, പ്രോഗ്രാം ഓഫീസർമാരായ സിന്ധു VA, ശ്രീകാന്ത് P. ദാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പിന്നെ നിനക്കറിയാലോ അച്ഛന്റെ ശ്രാദ്ധം അടുത്ത തിങ്കളാഴ്ചയാട്ടാ. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ ഫലം. ആരെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ അവിടേക്ക് നുഴഞ്ഞു കയറി അവരെ ശല്യം ചെയ്യുകയാണ് ചതയം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത. തോറ്റു മടങ്ങുന്നു, അന്തിച്ചു നിൽക്കുന്നു, തെറ്റയാൽ പൊരുത്തപ്പെടുമ്പോൾ തോറ്റു മടങ്ങുന്നു. തുടർച്ചയിൽ മാതനൃത്തം ചവിട്ടിയാടി
ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ തൃപ്പയാർ ഒരുമ കുടുംബ കൂട്ടായ്മയുടെ 6ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ന്യൂ ഇയർ പ്രോഗ്രാം ഒരുമ നഗറിൽ വെച്ച് ആഘോഷിച്ചു. അവടങ്ങാട്ടിൽ കളരി AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഒരുമ പ്രസിഡന്റ് ശ്രുതി ഷിബു അധ്യക്ഷയായി. ഒരുമയുടെ മുൻ സെക്രട്ടറിയും മുഖ്യ കാര്യദർശിയുമായ AV ബാബു ആമുഖ പ്രഭാഷണം നടത്തി. വീരനാട്യം പ്രദർശന കളിയോടെ 6ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് P. വിനു, SNDP യോഗം സ്റ്റേറ്റ് കൗൺസിൽ PK പ്രസന്നൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ നിഷ ഉണ്ണികൃഷ്ണൻ, നിർവാണ റെസിഡൻസി ഉടമ EK ദാസൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഒരുമ ജോയിന്റ് സെക്രട്ടറി ഔസേബ് ചാലിക്കൽ, PK സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 11 ടീമുകളുടെ വീരനാട്യ മത്സരം അരങ്ങേറി. 1ാം സ്ഥാനത്ത് മഹാദേവ ടീം നോർത്ത് പറവൂർ, 2ാം സ്ഥാനത്ത് സഹസ്ര ടീം ഉദയംപേരൂർ, 3ാം സ്ഥാനത്ത് ഏങ്ങണ്ടിയൂർ ചിലങ്ക ടീം എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ഒരുമ കുടുംബ കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് സമാഹരണാർത്ഥം നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളെ കണ്ടെത്തി സമ്മാനദാനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി സ്നേഹാങ്കണം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി തളിക്കുളം 57ാം നമ്പർ അംഗനവാടി NSS വളണ്ടിയേഴ്സ് നവീകരിച്ചു. അംഗനവാടിയുടെ സമർപ്പണം വാർഡ് മെമ്പർ PS സുൽഫിക്കറിന്റെ സാന്നിധ്യത്തിൽ നടന്നു. PTA പ്രസിഡന്റ് P നസീർ അധ്യക്ഷനായി. പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ ഷൈജ EB, ഷീബ KV, NSS വളണ്ടിയറായ ദേവദർശൻ KS, ശിവനന്ദ ഹരീഷ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 1500-ലധികം അംഗൻവാടികൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിക SN ട്രസ്റ്റിലെ വിദ്യാർത്ഥികൾ നമ്മുടെ പഞ്ചായത്തിലെ തളിക്കുളം പഞ്ചായത്തിലെ 57ാം നമ്പർ അംഗൻവാടിയിലെ ഈ മുൻവശമാണ് വളരെ മനോഹരമായി ആളുകൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു രീതിയിലേക്ക് ചിത്രങ്ങൾ വരച്ച് നൽകിയിട്ടുള്ളത്. വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഇത് തളിക്കുളം പഞ്ചായത്തിലെ ഒരു മാതൃക അംഗൻവാടിയാണ് നമ്മുടെ 57ാം നമ്പർ അംഗൻവാടി. ഒപ്പം നമ്മുടെ ഈ മണപ്പുറത്തെ എല്ലാവരും അറിയപ്പെടുന്ന പ്രിയപ്പെട്ട MLAയും മുൻ MP പ്രതാപൻ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നിരവധിയായ ആളുകൾ കേരളത്തിന് പുറത്തുള്ള നിരവധി ആളുകൾ പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ അംഗൻവാടി എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും ഈ ഒരു തളിക്കുളം പഞ്ചായത്തിലെ ഈ ഒരു അംഗൻവാടിനെ തിരഞ്ഞെടുത്ത NSS യൂണിറ്റിനും പ്രത്യേക സെൻട്രസിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. കാനാടിക്കാവ് തിറവള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി വരവ് നടന്നു. നാദസ്വരമേളം, ശിങ്കാരിമേളം, നോർത്ത് പറവൂർ ശ്രീ വിനായക കാവടി സംഘത്തിന്റെ ചെണ്ടുകാവടി, കൊട്ടക്കാവടി, പാടൂക്കാട് രാജേഷ് കുട്ടപ്പൻ ടീമിന്റെ പീലിക്കാവടി എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. തൃപ്പയാർ കിഴക്കേനട, താന്യം സ്കൂൾ പരിസരം, വെള്ളിയാഴ്ച ചന്ത എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പെരുങ്ങോട്ടുകര മൂന്നുംകൂടി സെന്ററിൽ എത്തിയപ്പോൾ ആലപ്പാട് ശ്രീ ശാസ്ത വനിതാ സംഘത്തിന്റെ ചിന്തുപാട്ടും അകമ്പടിയായി. കാനാടിക്കാവിൽ എത്തിച്ചേർന്ന് അഭിഷേക കാവും തുടർന്ന് പ്രസ്തുത വാദ്യമേളങ്ങളുടെ കാവടിയാട്ടവും നടന്നു. രാവിലെ തിറമണ്ണാർക്ക് എതിരേൽപ്പ് ചടങ്ങ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി നിർവഹിച്ചു. ഇതോടെ ഉത്സവത്തിന്റെ പ്രധാനമായ അനുഷ്ഠാന ചടങ്ങുകൾക്ക് ആരംഭമായി. തുടർന്ന് പ്രസാദോട്ട് നടന്നു. വൈകിട്ട് പറ്റ്, കേളി എന്നീ അനുഷ്ഠാന ചടങ്ങുകളും ദീപാരാധന സമയത്ത് നാദസ്വര വിദ്വാൻ ഓച്ചിറ ശിവദാസ്
പ്രസന്ന അവതരിപ്പിച്ച നാദസ്വര കച്ചേരിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 9-ന് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ പത്മകളത്തിൽ പൂജ ആരംഭിക്കും. 12-ന് അന്നദാനം, 12:30-ന് പത്മകളത്തിൽ നൃത്തം, വൈകിട്ട് 6:30-ന് ഡബിൾ തായമ്പക, വൈകുന്നേരം 7-ന് ദീപാരാധന എന്നിവ നടക്കും. രാത്രി 7:30-ന് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും. എഴുന്നള്ളിപ്പിന് സിനിമാ താരവും മേള കലാകാരനുമായ പത്മശ്രീ ജയറാമിൻ്റെ നേതൃത്വത്തിൽ 100-ൽ പരം വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി മേളവും ഉണ്ടാകും. മറ്റു മേളവാദ്യ ദൃശ്യ കലാരൂപങ്ങളും അകമ്പടിയാകും. തുടർന്ന് വർണ്ണമഴ. രാത്രി 1:30-ന് ഗുരുവലിയച്ചന്മാർക്ക് കളം നടക്കും. ഞായറാഴ്ച രാവിലെ 10 മുതൽ രൂപക്കളം തൊഴൽ നടക്കും. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന പ്രഥമ ഇന്റർനാഷണൽ വിൻഡ് യൂത്ത് ഗെയിംസിൽ വിവിധ വിഭാഗങ്ങളിലായി 4 സ്വർണ്ണ മെഡലുകൾ അദ്രിജ മനോജിന് ലഭിച്ചു. ലുധിയാനയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണവും 1 വെള്ളി മെഡലും അദ്രിജ നേടിയിരുന്നു. കതിരപ്പള്ളി വീട്ടിൽ KV മനോജിന്റെയും രേഷ്മയുടെയും മകളും അമിത് മനോജിന്റെ സഹോദരിയുമാണ് അദ്രിജ മനോജ്. എറവ് സെന്റ് തെരേസാസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അദ്രിജ കരാത്തെ ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട്. പഞ്ചഗുസ്തിയിൽ ലോക ചാമ്പ്യനായിരുന്ന KM ഹരിയുടെയും CS സൗമ്യയുടെയും ശിക്ഷണത്തിൽ കണ്ടശങ്കടവ് എഡ്യൂഫിറ്റ് അക്കാദമിയിലാണ് പരിശീലനം. പ്രധാന വാർത്തകൾ വീണ്ടും. എടത്തിരുത്തിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ വലിയ കുഴിയിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. താന്യം എവർഗ്രീൻ റോഡ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. കാനാടിക്കാവ് തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള അഭിഷേക കാവടി വരവ് നടന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.